പ്രിയപ്പെട്ടവരെ, നമുക്ക് സുകുമാരഴിക്കോടിൻ്റെ വീട് ഒന്ന് കാണാം. നമ്മുടെ പുത്തൂര് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഉള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെല്ലാം വന്ന് ഗാന്ധി ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സുകുമാരഴിക്കോടിൻ്റെ വീടും ആ വീട്ടിലെ ഗ്രന്ഥപുരയും മറ്റു പരിസരങ്ങളൊക്കെ കാണാനും പഠിക്കാനും വേണ്ടി വിദ്യാർത്ഥികൾ വന്നിരിക്കുകയാണ്. ആ പ്രദേശം ഒന്ന് കാണാം, വീടൊന്ന് നമുക്ക് കാണാം. ഓക്കെ. ഗാന്ധി ദർശൻ തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ സമിതിയുടെ വിദ്യാർത്ഥി പഠന ക്യാമ്പ് പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികൾ പദയാത്രയുമായി എരമംഗലത്തുള്ള സുകുമാർ അഴീക്കോടിന്റെ വീട്ടിലേക്ക് വരികയും അഴീക്കോടും ഗാന്ധി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ മെമ്പർ എം പീതാംബരൻ ക്ലാസ് എടുത്തു. റിട്ടയർ ചെയ്യുന്ന കെ സുനിത ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി പി ജെ കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി എസ് സുഗു, ഗാന്ധി ദർശൻ ഓർഗനൈസർ വി ഐ ജോൺസൺ, ഉപജില്ലാ ഭാരവാഹികളായ ധന്യ കെ, രേഖ ടി എൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മാഷിന്റെ വീട്ടിലെത്തിയ കുട്ടികൾക്ക് ഏറെ കൗതുകവും വിജ്ഞാനപ്രദവുമായിരുന്നു ഈ യാത്ര. വന്നിരിക്കുന്നത് നമ്മുടെ പീതാംബരൻ മാഷാണ്. മാനാമംഗലം സ്കൂളില് ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്തു. നമ്മുടെ ദേശം പറഞ്ഞൊരു സംഘടനയുണ്ട്, അതിന്റെ സ്ഥാപകാംഗമാണ്. തുടങ്ങി അഴീക്കോടിനെ പറ്റിയിട്ട് ഇവിടെ നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തകർ പക്ഷെ നമ്മൾ വീട്ടിൽ അടുത്ത കൊല്ലം പോലെ നമ്മൾ ഗാന്ധി ദർശനിൽ പിടിച്ചിടും. മനസ്സിലായില്ലേ? എല്ലാ പരിപാടികളും ആസൂത്രണം ഞങ്ങള് നേതൃത്വത്തിൽ അങ്ങനെ പറയുള്ളൂ. എല്ലാം നടപ്പിലാക്കുന്നത് കഷ്ടപ്പെട്ട് ശമ്പളമൊന്നും ഉണ്ടായിട്ടല്ല, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും. ഡോക്ടർ സുകുമാർ അഴീക്കോട് സാറിന്റെ വസതിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതാണ് ഈ നിമിഷത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. സുകുമാർ അഴീക്കോട് സാറിന്റെ വസതിയിൽ ഇരിക്കുന്ന നമ്മൾ രാവിലെ ഗാന്ധി ദർശന്റെ ക്യാമ്പിലാണ് പങ്കെടുത്ത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്, അല്ലെ? ഗാന്ധിയും സുകുമാർ അഴീക്കോട് സാറും അത്രയേറെ ഹൃദയബന്ധം ഉള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ സജീവമായി നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുകുമാർ അഴീക്കോട് സാറ് ജനിക്കുന്നത്. 1926 1926 മെയ് മാസം 12-ാം തീയതിയാണ് കണ്ണൂരിലെ ചിറക്കൽ അഴീക്കോട് മേഖലയിലുള്ള ഗ്രാമത്തില് അഴീക്കോട് സാറ് ജനിക്കുന്നത്. അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു, സംസ്കൃത പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ സംസ്കൃതത്തോടും ഇത്തരം കാര്യങ്ങളോടും വായനയോടും വലിയ താല്പര്യം അഴീക്കോട് സാറുണ്ടായിരുന്നു. ഗാന്ധി അഴീക്കോട് സാർ തമ്മിലൊരു പ്രധാന ബന്ധം അത് തന്നെയാണ്. ഗാന്ധി നല്ലൊരു വായനക്കാരനായിരുന്നു. മഹാത്മാഗാന്ധി ലണ്ടനില് വക്കീൽ പഠനത്തിന് പോയ ആ കാലഘട്ടം 1888 ശേഷം 90-കളിൽ മുതൽ വളരെ ഗാഢമായ വായന മഹാത്മാഗാന്ധി നടത്തിയിരുന്നു. അന്ന് ലോകത്ത് കിട്ടാവുന്ന മുഴുവൻ തത്വശാസ്ത്രങ്ങളും മുഴുവൻ മതഗ്രന്ഥങ്ങളും എല്ലാ ചിന്താ പദ്ധതികളും വായിച്ച് മനസ്സിലാക്കിയ മഹൽ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അത്രയും ഗംഭീരമായൊരു വായനക്കാരനാണ്. അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതുപോലെ തന്നെ ഇതിഹാസങ്ങൾ ഇതെല്ലാം വായിച്ച് ബൈബിൾ, ഖുർആൻ, അങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ച് ഹൃദിസ്ഥമാക്കി. ഒപ്പം തന്നെ ടോൾസ്റ്റോയ്, പ്ലേറ്റോ, തോറോ ഇങ്ങനെയുള്ള തത്വചിന്തകന്മാരുടെ ചിന്താ പദ്ധതികളെല്ലാം വായിച്ച നല്ലൊരു വായനക്കാരനായിരുന്നു മഹാത്മാഗാന്ധി. ഇതേ ശീലമായിരുന്നു വാസ്തവത്തിൽ അഴീക്കോട് സാറിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഒരു 7ാം അഷ്ടാംഗ ഹൃദയം, അതുപോലെ സംസ്കൃതത്തിന്റെ ഡിക്ഷണറി ആയ അഴീക്കോട് സാറിന് ചെറുപ്പം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബൈഹാർട്ടായിരുന്നു. എത്രയോ 100 കണക്കിന് 1000-കണക്കിന് ശ്ലോകങ്ങളാണ് ബൈഹാർട്ടായിരുന്നു. അത്രയും സാറിന്റെ അച്ഛന്റെ കസേര നമ്മുടെ
ഈ അഴീക്കോട് സാറിന്റെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് നേതൃത്വം വഹിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ ചേച്ചിയാണ്. ചേച്ചി ഇതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരും. അഴീക്കോട് സാറിന്റെ അച്ഛനിരുന്ന കസേര അവിടെയുണ്ട്. അപ്പൊ ആ ഒരു പൈതൃകത്തോടും ഇന്ത്യയുടെ പൈതൃകം, കുടുംബത്തിന്റെ പൈതൃകം ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഗാന്ധിജിയുടെ തന്നെ തനിമ നിലനിർത്തുന്ന ഒരു മഹാനായിരുന്നു അഴീക്കോട് സാറ്. അഴീക്കോട് സാറ് എന്ന് പറയും 3 കാര്യങ്ങളാണ് എന്നിൽ ശക്തമായി സ്വാധീനിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങൾ. 1 ഉപനിഷത്ത്, 2 സാഹിത്യം, 3 ഗാന്ധി. 1, 2, 3 എന്നുള്ള ക്രമം എന്താ പറയണത്? 3 കാര്യങ്ങൾ. ഇതെല്ലാമാണ് എന്നെ ആക്കി തീർത്തത് എന്ന് പറയും. ഇതെല്ലാം വായിച്ച് ഹൃദിസ്ഥമാക്കിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണല്ലോ തത്വമസി, അല്ലെ? തത്വമസിനെ കുറിച്ച് ഈ ഉപനിഷത്തുകളും വേദങ്ങളെയും ഒക്കെ സാരാംശം ഊറ്റിക്കലക്കി ഇങ്ങനെ ചുരുക്കി എടുത്ത് കൊടുക്കുന്നതാണ് തത്വമസിയുടെ പറയുന്നത്. ഗാന്ധിയെ ആദ്യം മുതൽ അവസാനം വരെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആള്. അതെ, പഠിച്ചത് ബികോം ആണ്. ബികോം എന്ന് പറയുമ്പോ എന്താ? ബാങ്കിലൊക്കെ ജോലി കിട്ടുന്ന, അല്ലെ? കോമേഴ്സ് ആണ് പഠിച്ചത്. അപ്പൊ ഈ കോമേഴ്സ് പഠിച്ചിട്ട് അന്നത്തെ കാലത്ത് ഇവിടേക്ക് ജോലി കിട്ടും. പക്ഷെ സുഹൃത്തുക്കൾ പറഞ്ഞു ഡൽഹിയിൽ പോയാൽ ജോലി കിട്ടും, അപ്പൊ ഡൽഹിക്ക് പോകാൻ. അങ്ങനെ അഴീക്കോട് സാറ് 20ാമത്തെ വയസ്സിൽ ഡൽഹി പഠിച്ചിട്ടില്ലേ? ഇന്ത്യയെ ഒന്നിപ്പിച്ച, നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നിപ്പിച്ച സർദാർ വല്ലഭായ് പട്ടേൽ. ആ സർദാർ വല്ലഭായ് പട്ടേൽ BP മാനെ ഈ കത്ത് കൊടുത്തു കഴിക്കണം. BP മാനം പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ജോലിയൊക്കെ ശരിയാക്കാം. ഒരു തോന്നല് ആ 20 വയസ്സുകാരനായി. എന്നിട്ട് നേരെ പോയത് എവിടേക്കാണ്? സേവാഗ്രാമിലേക്കാണ്, ഗാന്ധിയുടെ ആശ്രമത്തിലേക്കാ പോയത്. അപ്പൊ ഗാന്ധി എവിടെയുണ്ട് ഭാഗ്യത്തിന്? പക്ഷെ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. മറ്റേ ഗാന്ധിക്ക് എന്താ പറയാ, മൗനവ്രത ദിവസമായിരുന്നു. അന്ന് ഗാന്ധി ഒന്നും സംസാരിക്കില്ല, ഒക്കെ എഴുതി കൊടുക്കുള്ളൂ, സംസാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അവിടെ ഇരുന്നു ഗാന്ധി. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കണ്ടു, അടുത്തിരുന്ന് കണ്ടു, 17 പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഗാന്ധിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ, ഗാന്ധി സംസാരിക്കില്ലല്ലോ, ഒപ്പം ഉണ്ടായിരുന്നത് വലിയ ഗാന്ധിയൻ, സർവോദയ നേതാവൊക്കെ ആയിട്ട് ആര്യനായകമാണ്. പിൻകാലത്ത് ശ്രീലങ്കയിലൊക്കെ അദ്ദേഹം വലിയ സർവോദയ നേതാവായിട്ട് മാറി. ഈ ആര്യനായകം തോട് അഴീക്കോട് സാർ എന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പോട്ടെ, അത് ഇവിടെ നിൽക്കണോ? എനിക്ക് ആശ്രമത്തിൽ ഇവിടെ നിൽക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആര്യനായകം പറഞ്ഞു, വലിയ പണ്ഡിതനെ, ഗാന്ധിയുടെ ഒപ്പം സ്വാതന്ത്ര്യ സമരം നയിക്കുന്ന ആളാണ്. ആര്യനായകം പറഞ്ഞു, കുട്ടി എന്തായാലും ഇവിടെ നിൽക്കണ്ട. നിരന്തരമായി സഞ്ചരിക്കുന്ന പ്രകൃതായിരുന്നു. അതാണ് ഗാന്ധി അഴീക്കോട് സാറൊക്കെ ബന്ധതാണ്. ഗാന്ധി എന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. തൃശ്ശൂരിൽ തന്നെ ഗാന്ധി എത്ര തവണ വന്നിട്ടുണ്ട്? 3 തവണ വന്നിട്ടുണ്ട്. കേരളത്തിൽ 5 തവണ വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ തന്നെ ഏതാണ്ട് 30ഓളം സ്ഥലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഗാന്ധി വന്നിട്ടുണ്ട്. സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. അഴീക്കോട് സാറും നിരന്തരമായി സഞ്ചരിച്ച് ആളുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളാണ്. പ്രസംഗങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ കേരളത്തിലുടനീളം, ഇന്ത്യ രാജ്യം ഉടനീളം ജനങ്ങളെ ധാർമ്മിക ബോധം വളർത്തിക്കൊണ്ട് അനീതിക്കെതിരായി, അഴിമതിക്കെതിരായി ജനങ്ങളെ സജ്ജമാക്കിയിരുന്ന ഒരു മഹത്തായ സാമൂഹ്യ വിപ്ലവകാരിയാണ് അഴീക്കോട് സാർ. അതിന് അദ്ദേഹത്തിന് കരുത്ത് നൽകിയത് ഈ ഗാന്ധിയൻ ആവേശമാണ് എന്നർത്ഥം. ഇന്ന് ഇതുപോലെ തന്നെ വലിയ വളരെ ധന്യമായിട്ടുള്ള ഒരു 1 മുതൽ ഗാന്ധി ദർശന്റെ പ്രവർത്തനങ്ങൾക്ക് തൃശ്ശൂരിൽ നേതൃത്വം നൽകുന്നതാണ് സുനിത ടീച്ചർ. അതിനു മുമ്പ് ഈ നമ്മൾ അന്ന് പുതിയ മാറ്റം നമ്മൾ വളരെ ആദരം. കിട്ടുന്നതിന് ഏറ്റവും വലിയ നന്ദി ഉപജില്ലയോട് പറയുന്നത് പോലെ ഞാൻ എന്നും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പിതാവ് സാറ്. സാറ് പറഞ്ഞ പോലെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഒരുമിച്ച് മേളകൾ നടത്താനും അതുപോലെ എനിക്ക് സാറും ഭാഷകളൊക്കെ വർത്താനം പറയുമ്പോൾ പേടിയായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, സാറ് ഭയങ്കര പതുക്കെ സംസാരിക്കുള്ളൂ. നമ്മളാണെങ്കിൽ ഭയങ്കര ചെയ്യേണ്ട കാര്യത്തിന് ഭയങ്കര സ്പീഡിലും പറയും. അപ്പൊ ഞാൻ എപ്പോഴും പറയും മാഷ എത്തുമ്പോൾ സൗണ്ട് ഒന്ന് കുറയ്ക്കണം, മാഷ എപ്പോഴും അങ്ങനെയാണ്.
അപ്പൊ മാസ്റ്റർക്ക് കൂടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയാണ്. അതുപോലെ ഉപജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഗാന്ധി ദർശന്റെ പ്രവർത്തനത്തിന് അതിനൊക്കെ ജോൺസണാണ് എപ്പോഴും. അതുപോലെ നമ്മുടെ ശർമാജ സമയത്ത് സ്മരിക്കാൻ ഗംഗാധര മാഷ് അവരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. പിന്നെ ഇന്നലെ മരിച്ചുപോയ നാരായണ സാറ്, ഗോപിനാഥ് സാർ, അങ്ങനെ കുറെ വ്യക്തിത്വത്തിന് വേണ്ടി. അപ്പൊ അവരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും പറ്റാവുന്ന രീതിയിലൊക്കെ എന്റെ സേവനങ്ങൾ ആദരണ്ടാവുമെന്ന് നിങ്ങൾ അതിന് മുൻകൈയെടുത്ത ധന്യ ടീച്ചർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞവർക്കും നന്ദി. അവധി കിട്ടിയപ്പോൾ ടീച്ചേഴ്സിനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാവാം. എന്തായാലും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയാന്നുള്ളതാണ് ടീച്ചറുടെ കടമ. നിങ്ങളെല്ലാവരും ക്യാമ്പ് നന്നായി അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. രാമൻ മാസ്റ്റർ, കൂടാതെ ധന്യ ടീച്ചർ, നമുക്ക് ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന പുത്തൂര് സ്കൂളിലെ ബബിത ടീച്ചർ, മറ്റ് എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ജോൺസൺ ഫസ്റ്റിലെ തൊട്ട് എല്ലാ ഗാന്ധി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇവിടെ എങ്ങനെയാ എത്രയോ വർഷങ്ങളായി അമ്മ എത്തിച്ചിട്ട് ഇവിടെ ആൾക്കാരെ വിശേഷിച്ചിട്ടില്ലേ മറയും കൊണ്ട് കൂടെ ഇവിടെ താമസിച്ച് വഴിയാണ്ടായിട്ടൊക്കെ നിന്ന് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു.